അമ്മയെ അങ്ങനെ ഒറ്റയ്ക്ക് തൂപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഗെയ്സ്. തൂത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും, കാറ്റെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഗെയ്സ് അപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാമേ. നിങ്ങളെല്ലാവരും അടിച്ചു കയറി വാ, എല്ലാവരും അടിച്ചു കയറി വാ. ഹായ് ഗെയ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ ഇന്ന് മഴയില്ല, ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ എല്ലാം കരിയിലൊക്കെ വീണ് ടെറസ് ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കി വെക്കണം അല്ലേ അമ്മേ? അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാം അടിച്ചു വാരി വരട്ടെ. അപ്പോൾ അടിച്ച് വാരി വരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓഹോയ് 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 ഓഹോയ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ വീടിൻ്റെ മുകൾ വശം നമ്മളെ ടെറസ് തന്നെയാണ്. കണ്ടാ, വീടിൻ്റെ നമ്മൾ 4 വശത്തോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പ്. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാക്കിയത്. അപ്പോൾ വൈകിട്ട് നമുക്ക് ഇവിടെ വന്നൊക്കെ ഇരിക്കാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഈ ടെറസ് ഇങ്ങനെ അലങ്കോലമായിട്ട് ഇടുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കൂടാണ്. മഴയാണ്ടാണ് പറ്റാത്തത്. അപ്പം വൃത്തിയാക്കണം അല്ലേ? അല്ലേ അമ്മേ? വൃത്തിയാക്കാം. ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇത്രയും കരിയില വീഴുന്നത് അപ്പുറത്തെ ഇപ്പുറത്തെ മരം കാരണമാണ്. എത്ര വൃത്തിയാക്കിയാലും സെക്കൻഡ് നേരം കൊണ്ട് കരിയില വീഴുക. തുടങ്ങാം. അപ്പം 3 ചൂല്, പിന്നെ ഒരു ചട്ടി, ഒരു എന്തായിരുന്നു ചാക്ക്. ഇത്രയും മതി നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാൻ. അപ്പം വൃത്തിയാക്കുന്ന പണിയിലോട്ട് പോവാം. നട്ടുച്ച വെയിലത്താണ് നമ്മൾ വൃത്തിയാക്കുന്നത്. അങ്ങനെ പണി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അമ്മയാണ് തൂത്തോണ്ടിരിക്കുന്നത്. അമ്മ അങ്ങനെ പണിയൊന്നും എടുക്കാറില്ല, എന്നാലും അമ്മയെ കൊണ്ട് പണി എടുപ്പിക്കുകയാണ് ഗെയ്സ്. ഞാനാണ് എപ്പോഴും പണിയെടുക്കുന്നത്. ഇന്ന് വീഡിയോ എടുക്കേണ്ട ഇതിന് മാത്രമാണ് അമ്മ പറഞ്ഞ് പണിയെടുക്കുക. എന്തൊക്കെയാലും തൂക്ക് നല്ലതായിട്ട് തൂത്തോ. നമ്മൾ ആ ഒരറ്റം തൊട്ട് വീടിൻ്റെ ഈ ഒരറ്റം വരെ വൃത്തിയാക്കി എടുക്കണം. നമ്മളെ പുഞ്ച സൈഡാന്ന് പറഞ്ഞായിരുന്നു. ഒരു കഴിഞ്ഞ വീടിക്കകത്ത് നമ്മൾ കാണിച്ചായിരുന്നു വെള്ളം കയറിയപ്പോൾ. അപ്പം തൊട്ടപ്പുറത്ത് പുഞ്ച സൈഡും അതുപോലെ ഇത്രയും മരങ്ങളും ഇതുണ്ടോ. അപ്പം ഇത്രയും മരങ്ങൾ കൊണ്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് എന്നാലും വെയിലും കാര്യങ്ങളൊന്നും അറിയത്തില്ല. നല്ല ഒരു കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഈ പുഞ്ചയിൽ നിന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട് ഈ ഉച്ച സമയമാണെങ്കിലും. അമ്മ അവിടെ നിന്ന് തൂക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചൂലും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് തൂക്കാം. അമ്മയെ അങ്ങനെ ഒറ്റയ്ക്ക് തൂപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഗെയ്സ്. അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയൊന്നും അല്ല കേട്ടോ തൂക്കുന്നത്. നമ്മൾ വീടിലെ പണിയൊക്കെ ചെയ്യും. അവിടുത്തെ അത്രയും ഭാഗത്തെ തൂത്ത് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തൂത്ത് ഇങ്ങോട്ട് കൂട്ടി വെക്കാം. അതായത് ലാസ്റ്റ് നമുക്ക് വാരിക്കളയാം. ഇത്രയും തുണി ഇന്നലെ കഴുകിയിട്ടാ എല്ലാം ഉണങ്ങി. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നൊരു വെയിൽ കിട്ടിയപ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടിയല്ലേ. അപ്പോൾ നമ്മളെ തൂക്കുന്ന പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അമ്മ അങ്ങനെ തൂത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് തൂത്ത് കഴിഞ്ഞാലും ഒരു പണിയെന്ന് പറയുന്നത് കണ്ട് ഇവിടെ കണ്ടോ, ടെറസിൻ്റെ മണ്ടയ്ക്ക് ഫുള്ള് മഴ പെയ്ത് ഫുള്ള് പായലായി കിടക്കുവാണ്. അപ്പോൾ ഇത് ഒന്ന് പോക്കണയിലാണ് കുറച്ച് പണിയെന്ന് പറയുന്നത്. അപ്പോൾ ടാങ്കിലെ വെള്ളം ഇട്ടൊന്ന് ഇത് ഫുള്ളൊന്ന് ചൂലൊക്കെ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയാലേ ഇത് പോകത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വാരാം. കാറ്റൊന്നുണ്ടേ? അതെ, കൂട്ടിയെല്ലാം അങ്ങോട്ട് പോവാ. വാരും മോനെ. ഞാൻ കുറച്ച് തൂത്ത് വാരി, അടുത്ത മോൻ വാരുക. ചാക്കിനകത്തോട്ട് നിറയ്ക്കല്ലേ? ചാക്കിനകത്തോട്ട് നിറയ്ക്കും. നല്ല കാറ്റും ഉണ്ടോ? പെട്ടെന്ന് പറന്നു പോവും. അവിടെ നിന്നുള്ള കാറ്റാ. ചാക്കിനകത്തോട്ട് നിറച്ചിട്ട് നമുക്ക് ഒന്നിച്ചുകൊണ്ട് താഴെ കൊണ്ടാക്കാം.
ക്ഷീണിച്ചോ? ഓ ഇതൊക്കെ എന്ത് ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ്. ഇത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇപ്പം വരാം അല്ലേ? അതെ. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാമേ. ഞാനിപ്പോൾ തൂത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നല്ല രീതിയിൽ ഇപ്പം കാറ്റ് വീശുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, കണ്ടാ തൂത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, കാറ്റെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇതാണ് അവസ്ഥ. എങ്ങനെ തൂത്ത് കൂട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടേ ഉള്ള എല്ലാം പുറമോട്ട് വരുന്നുണ്ടോ? ഒന്ന് അങ്ങോട്ട് പോടാ, എടാ പോടാ. നടക്കുമൊന്നുമില്ല കാറ്റ്. ഇതൊന്നും നടക്കുന്ന മട്ടില്ലെന്ന് തോന്നട്ടോ. ഉള്ള കാറ്റിനെ അതെ. കൊണ്ടുപോവാ. എന്നാൽ നമുക്ക് പെട്ടെന്ന് വാരാം, എങ്ങനെ പറ്റത്തുള്ളൂ പോലെ. ഉണ്ടോ? ഒരു രക്ഷയുമില്ല. ഇതാ ഉള്ളതെല്ലാം വാരിയിടവാ. ഭയങ്കര കാറ്റ്. കാറ്റിനെ വെച്ചിട്ട് കേസപ്പോൾ നമ്മളെ ഒരുപാട് നേരത്തെ ശ്രമത്തിനിടയ്ക്ക് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പുറകെയൊക്കെ നോക്കിയാൽ അറിയാം, ഏകദേശം ക്ലീൻ ആയിരിക്കുകയാണ്. കരിയിലെല്ലാം നമ്മൾ തൂത്തുകൂട്ടി കണ്ടേ ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചാക്ക് കരിയിലുണ്ടായിരുന്നു. അമ്മ അതുകൊണ്ട് അവിടെ തൂത്ത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കുവാണ്. ഭയങ്കരം കാറ്റായിരുന്നു. നമ്മളൊരു എന്തോ ഒരു ഇതിലാണ് നമ്മൾ തൂത്ത് കൂട്ടിയത്. നമ്മൾ അവിടുന്ന് കാറ്റ് വീശും, നമ്മൾ തൂത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും, കാറ്റെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ അമ്മ? ഒരു 10-20 വട്ടം നമ്മൾ തൂത്ത് കാണും അല്ലേ? ഒടുവിൽ നമ്മൾ കരിയിലെല്ലാം ക്ലീനാക്കി നമ്മൾ മാറ്റി വെച്ചു അല്ലേ? അടുത്തായിട്ട് നമുക്ക് കണ്ട് ഇവിടെ കണ്ടോ കുറച്ച് പായലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് കഴുകിയാലും പോകണമെന്നില്ല അല്ലേ? എന്നാലും അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ആക്കി ഇടാം. പിന്നെ പൈസ ഉള്ളപ്പം പിന്നെ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ അടിക്കുക അല്ലേ? നല്ല രീതിയിൽ കഴുകിയാലും പോകണമെന്നില്ല. മഴ പെയ്ത് നല്ല രീതിയിൽ പായൽ പിടിച്ച് കിടക്കുവാണ്. അപ്പം പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് മാക്സിമം കളയാൻ നോക്കാം. പറ്റുന്നത്ര പായൽ കഴുകി നീക്കാം. ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ ഒന്ന് കഴുകിയിടാം. വെള്ളം പിടിക്കാം. കേസപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ വെള്ളം ഫുള്ള് നനച്ചു വിട്ടിട്ടുണ്ട് ടെറസിൻ്റെ മണ്ടയ്ക്കോട്ട്. അപ്പോൾ ഇനി ഒരേയോടെ വരാം അല്ലേ അമ്മേ? ചൂലെടുത്തിട്ട് ഇനി ഒരേയോടെ വരാം, എന്നാലേ ഏകദേശമൊക്കെ പോകത്തുള്ളൂ. വെള്ളം ഒഴിച്ചപ്പോൾ ഇപ്പം പായലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം അല്ലേ? അപ്പോൾ നമുക്കിനി ചൂലെടുത്ത് നമുക്ക് തൂക്കാൻ തുടങ്ങാം. തൂക്കുമല്ലല്ലോ, എന്തുവാ ചൂലെടുത്ത് നല്ല രീതി ഒരച്ചാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. ഇനി പണിയിലോട്ട് പോവാം.
നല്ലപോലെ ഒരുക്കി പായലെല്ലാം പോട്ടെ. പോകുന്നില്ല മൊത്തം നല്ലപോലെ ഉരയ്ക്കും. അല്ല പിടിച്ചു കിടക്കുക. അതെ അതെ, കുറച്ചിട്ടും പോകുന്നില്ല. കുറച്ചൊക്കെ പോയെന്ന് തോന്നല്ലേ അല്ലേ? അതില്ല, ഉരച്ചൊരച്ചൊരച്ചേ പോത്തുള്ളൂ. ഇനിയും മഴ പെയ്യാൻ കിടക്കുമല്ലേ. ഉരച്ചിട്ട് പോകുന്നില്ല കേട്ടോ. ആഞ്ഞുരയ്ക്കുവാ. എന്ത് അപ്പോൾ നമ്മളെ പണിയെല്ലാം ഒതുങ്ങി അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല, എന്നാലും ഏകദേശം എല്ലാം പായലും കാര്യങ്ങളെല്ലാം പോയി കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 4 മണിക്കൂറായില്ലേ? 4 മണിക്കൂറത്തെ ഞങ്ങളെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പം കാണാൻ പോകുന്നത്. കാണിച്ചു കൊടുക്കാം അല്ലേ? ഈ ഒരു പായൽ പോകുന്നില്ലേ, ഞങ്ങൾ ഒരുപാട് നോക്കിയല്ലേ, ഒരുപാട് വരയ്ക്കാൻ നോക്കിയല്ലേ. അമ്മ ഒരയോടൊരയായിരുന്നു, എന്നിട്ടും പായൽ കണ്ടോ കുറച്ചൊക്കെ കിടപ്പുണ്ട്. മഴയത്ത് നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇത്രയും പിടിച്ചത്. നമ്മളിപ്പം വൃത്തിയാക്കാൻ നോക്കിയിട്ടും പോകുന്നുമില്ല, കുറേ പോയി. നിങ്ങൾക്ക് ആ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു മാറ്റം. അപ്പോൾ നമ്മളെ അടിച്ചു വരുന്ന പണിയെല്ലാം കഴിഞ്ഞല്ലേ? അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും അടിച്ചു കയറി വാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.